വ്യാജ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി ഭിന്നശേഷി നിയമനം അട്ടിമറിക്കുന്ന സംഘങ്ങളെ തെളിവുകൾ സഹിതമാണ് ന്യൂസ് മലയാളം തുറന്നുകാട്ടിയിരിക്കുന്നത് അല്ലെ. സമാനമായ രീതിയിൽ താൽക്കാലിക ഭിന്നശേഷി മറയാക്കി സംവരണം അട്ടിമറിക്കുന്ന സംഘങ്ങളും നമുക്കിടയിൽ സജീവമാണ്. നിയമത്തിലെ പഴുതുകൾ മുതലെടുത്താണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം. ന്യൂസ് മലയാളത്തിന്റെ അന്വേഷണ പരമ്പര തുടരുന്നു. ഈ വ്യാജന്മാർക്ക് മാപ്പില്ല. 2016 റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് പ്രകാരം ജോലി സംവരണം ലഭിക്കുന്നത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്ക് മാത്രമാണ്. 40% അല്ലെങ്കിൽ അതിലധികം സ്ഥിരമായ ഭിന്നശേഷിയെ പറയുന്നതാണ് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി. അതായത് താൽക്കാലിക ഭിന്നശേഷിക്കാർക്ക് അല്ലെങ്കിൽ താൽക്കാലിക ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് സർക്കാർ പബ്ലിക് സർവീസ് ജോലികളിൽ സംവരണം ലഭ്യമല്ല എന്ന് സാരം. ഇത് കണ്ണൂർ തോട്ടടയിലെ ഒരു സ്കൂളിൽ ഭിന്നശേഷി സംവരണത്തിലൂടെ ഹിന്ദി അധ്യാപകനായി സ്ഥിര നിയമനം നേടിയ മലപ്പുറം സ്വദേശിയായ അധ്യാപകന്റെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റാണ്. സർട്ടിഫിക്കറ്റിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റേത് താൽക്കാലിക ഭിന്നശേഷിയെന്ന് വ്യക്തം. ഇതേ ഭിന്നശേഷി സർട്ടിഫിക്കറ്റിലും അധ്യാപകന്റെ UDID കാർഡിലും അദ്ദേഹത്തിന്റെ രോഗം ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. RPWD ആക്ട് പ്രകാരം ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉൾപ്പെടെ 21 രോഗങ്ങൾ ഭിന്നശേഷി ഗണത്തിൽ ഉൾപ്പെടുന്നു. എന്നാൽ അതേ ആക്ടിലെ 34(1) വ്യക്തമാക്കുന്നത് 11 രോഗങ്ങൾക്ക് മാത്രമേ തൊഴിൽ സംവരണമുള്ളൂ എന്നതാണ്. ആ 11 രോഗങ്ങളിൽ ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉൾപ്പെടുന്നില്ല. അതായത് ഒരു അധ്യാപകന്റെ ഭിന്നശേഷി നിയമനത്തിൽ നടന്നിരിക്കുന്നത് 2 നിയമലംഘനങ്ങൾ. അധ്യാപകന്റേത് താൽക്കാലിക ഭിന്നശേഷി, രോഗം ക്രോണിക് ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്. രണ്ടിനും തൊഴിൽ സംവരണമില്ല. നടന്നിരിക്കുന്നത് നഗ്നമായ നിയമലംഘനമെന്ന് തെളിവുകൾ തന്നെ പറയുന്നു. താൽക്കാലിക ഭിന്നശേഷിക്കാർക്ക് സ്ഥിര നിയമനം നൽകാൻ സാധിക്കില്ലെന്ന് കണ്ണൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ തന്നെ വ്യക്തമാക്കുകയാണ്. ടെമ്പററി ഭിന്നശേഷിക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ജോലി നൽകുന്നുണ്ടോ? ടെമ്പററി ആണെങ്കിൽ അവർ വീണ്ടും അവരെ വീണ്ടും ആ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ട് പെർമനന്റ് ആണോ ഇപ്പോഴത്തെ ആണോ എന്ന് തിരഞ്ഞെടുത്ത് നമ്മൾ പരിഗണിക്കും. പെർമനന്റ് ആണെങ്കിൽ പരിഗണിക്കും, ടെമ്പററി ആണെങ്കിൽ പരിഗണിക്കില്ല. ടെമ്പററി ആണെങ്കിൽ നമുക്കത് വീണ്ടും ക്ലാരിഫിക്കേഷൻ ചെയ്തിട്ട് മാത്രമേ പരിഗണിക്കത്തുള്ളൂ. അതിന്റെ മാനദണ്ഡം ഒന്നുകിൽ പെർമനന്റ് അല്ലെങ്കിൽ ടെമ്പററി, അതല്ലേ സാർ? അതെ. അപ്പൊ പെർമനന്റ് ആണെങ്കിൽ പരിഗണിക്കും, ടെമ്പററി ആണെങ്കിൽ പരിഗണിക്കില്ല. ടെമ്പററി ആണെങ്കിൽ ആ ടൈമിൽ ടെമ്പററി ആണെങ്കിൽ പരിഗണിക്കും. താൽക്കാലിക ഭിന്നശേഷിക്കാർക്ക് നിയമനം നൽകുന്നതിനെതിരെ ഭിന്നശേഷി സംഘടനകൾ തന്നെ പലയാവർത്തി പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കേരള എയ്ഡഡ് ടീച്ചേഴ്സ് കളക്ടീവ് സംസ്ഥാന പ്രസിഡന്റ് ബിൻസിൻ പറയുന്നു. ഇത് ഭിന്നശേഷി സംഘടനകൾ തന്നെ പലതവണ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് പലതവണ ഉത്തരവിലൂടെ ഇത് വ്യക്തമാക്കിയതാണ് ഇത്തരം ആളുകൾക്ക് ജോലി കൊടുക്കാൻ പാടില്ല എന്ന്. എന്നിട്ടും എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന ചോദ്യം ഉയർന്നപ്പോൾ പക്ഷെ അതിന് വ്യക്തമായൊരു മറുപടി ഇതുവരെ സാമൂഹ്യക്ഷേമ വകുപ്പ് നൽകിയിട്ടില്ല എന്നതാണ് സത്യം. ഭിന്നശേഷി സംവരണത്തിലെ പഴുതുകൾ മുതലെടുത്താണ് താൽക്കാലിക ഭിന്നശേഷിക്കാർ നിയമനം നേടുന്നത്. അപ്പോഴും അർഹരായിട്ടും നിയമനം ലഭിക്കാതെ പുറത്തു നിൽക്കേണ്ടി വരുന്നത് കുറെ പാവപ്പെട്ട മനുഷ്യരാണ്. 2016 RPWD ആക്ടിൽ ഭേദഗതി വരുത്തി തൊഴിൽ സംവരണം 21 രോഗങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. വ്യാജ ഭിന്നശേഷി സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചും നിയമത്തിലെ പഴുതുകൾ മറയാക്കിയും ഗുരുതര ക്രമക്കേടുകളാണ് ഭിന്നശേഷി സംവരണത്തിലും നിയമനത്തിലും നടക്കുന്നത്. വകുപ്പുകളുടെ അടിയന്തര ഇടപെടൽ ആവശ്യമാണ്. ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ബെൻസൺ തന്നെയുണ്ട് നമുക്കിപ്പം. ബെൻസൺ, ഗുഡ് മോർണിംഗ്. അതായത് ഒരു നിയമത്തിലെ പഴുതുകളിനെ മറയാക്കി എന്തുമാത്രം വലിയ തട്ടിപ്പാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതും തട്ടിപ്പ് സംഘങ്ങൾ ഇതിന് പിന്നിലുണ്ട്, ഇടനിലക്കാരുണ്ട്, നഗ്നമായ നിയമലംഘനങ്ങൾ നടക്കുന്നു. ഉദ്യോഗസ്ഥന്റെ പ്രതികരണം പോലെ നമ്മൾ കേട്ടത് എന്ത് നിരുത്തരവാദപരമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെയും വന്നത്. ഇതിപ്പോൾ ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയ കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് ബെൻസൺ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ കഴിഞ്ഞ കാലയളവിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലാസ്റ്റ് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അവസാനം കണ്ടിട്ടുള്ള ഈ സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാകുന്ന അനുസരിച്ചാണെങ്കിൽ അതിൽ താൽക്കാലിക ഭിന്നശേഷി എന്നുണ്ട്, സ്ഥിര ഭിന്നശേഷിയും താൽക്കാലിക ഭിന്നശേഷി എന്നുണ്ട്. ഇപ്പോൾ ഈ താൽക്കാലിക ഭിന്നശേഷിയുള്ള ആളുകൾക്ക് ഇത്തരത്തിൽ സംവരണ പ്രകാരമുള്ള നിയമനം ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു അവസരം അവർക്കില്ല. പക്ഷേ ആ താൽക്കാലിക ഭിന്നശേഷിയുടെ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച്
ഉപയോഗിച്ച് നിയമനം നേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അത് പലതരത്തിലുള്ള നിയമനത്തിലുള്ള അല്ലെങ്കിൽ അതിൻ്റെ നിയമങ്ങളിലുള്ള പഴുതുകൾ മുതലെടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തട്ടിപ്പ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ 21 രോഗങ്ങളാണ് ഈ ഭിന്നശേഷിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ 21 രോഗങ്ങളിൽ 11 രോഗങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിൽ സംവരണ അല്ലെങ്കിൽ ജോലിക്കായുള്ള സംവരണത്തിൽ 11 രോഗങ്ങളുള്ളവരെ മാത്രമേ ഈ ജോലിക്കായുള്ള സംവരണത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതിന് പുറത്തുള്ള 11 അല്ലാതെ 21 മറ്റ് രോഗങ്ങളുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ സംവരണം നിയമനം നേടുന്ന കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പഴുതുകളുണ്ട് ഈ നിയമത്തിൽ. അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം, കൃത്യമായിട്ടുള്ള ഒരു പരിശോധന ഇക്കാര്യങ്ങളിൽ ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ പരാതിക്കാർ ആവശ്യപ്പെടുന്നത്. അതായത് ഈ സംവരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമനങ്ങൾ, ആ നിയമനം നടന്നു കഴിയുമ്പോൾ ഒരു പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ആ പ്രൊബേഷൻ പീരീഡിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കണം. ഇപ്പോൾ ഈ ജോലി നേടിയിട്ടുള്ള ഈ ഒരു ഭിന്നശേഷിക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭിന്നശേഷി എത്രത്തോളമാണ്, അത് പൂർണ്ണതോതിലാണോ, ഇദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള ഈ സർട്ടിഫിക്കറ്റിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണോ എന്നുള്ളതെല്ലാം തന്നെ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് പരാതിക്കാർ പറയുന്നത്. കാരണം ഇപ്പോൾ ആ നിലയിലുള്ള ഒരു പരിശോധന ഇല്ല. അതോടൊപ്പം തന്നെ ഈ ജോലി നേടിയതിന് ശേഷവും നിശ്ചിത ഇടവേളകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധനകളും ആവശ്യമാണ് എന്ന് പറയുന്നു. അത്തരത്തിലൊരു പരിശോധന നിലവിലില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പരിശോധനകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു തട്ടിപ്പാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് ഇത്തരത്തിൽ ജോലി നേടിയിട്ടുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടാനോ വേണ്ടിയല്ല. കാരണം 100 കണക്കിന് ആളുകളുണ്ട്, അർഹരായിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ട് ഈ പട്ടികയ്ക്ക് പുറത്തു നിൽക്കുന്നത്. അവരുടെ എല്ലാം ജീവിത സാഹചര്യങ്ങൾ വളരെ മോശമാണ്. പറഞ്ഞത് തന്നെയാണ് ഇതിലെ വലിയ പോയിന്റ്. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പോലും അത് ദൂരീകരിക്കപ്പെടുന്ന തരത്തിലായിരുന്നു ഇപ്പോൾ ബെൻസൺ അവസാനമായി പറഞ്ഞത്. ഈ പറഞ്ഞതുപോലെ ഇത് ജോലി ലഭിച്ച ആരെയും താഴ്ത്തിക്കെട്ടാനോ അല്ലെങ്കിൽ അവർ സുഖത്തോടെ ജീവിക്കുന്നു എന്ന് പറയാനോ അല്ല. പക്ഷേ അർഹരായ പലരും ഒരു ഗതിയും ഇല്ലാതെ പുറത്തുണ്ട് എന്ന കാര്യം കൂടി അധികാരികളിലേക്കും അധികൃതരിലേക്കും പ്രേക്ഷകരിലേക്കും കൂടി എത്തിക്കുകയാണ് നമ്മൾ. ബെൻസനാണ് വിവരങ്ങൾ നൽകിയത്.